ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നെ അവിടെ കൊണ്ട് ചെന്നാക്കാൻ പറ അച്ഛാ. ദിയയെ സംരക്ഷിച്ച് വളർത്താനുള്ള അനുവാദം രാഖിക്ക് നൽകിക്കൊണ്ടുള്ള ഉത്തരവാണിത്. നാശം എന്നെ വിട്, എനിക്ക് വന്ദനമ്മയെ കാണണം. എന്നെ വിടാൻ. ദിയ അടങ്ങിയിരിക്കാനാ പറഞ്ഞത്. നിനക്ക് എന്താടി ഇവിടെ ഒരു കുറവ്? എനിക്ക് വന്ദനമ്മയെ കാണണം. മോൾ എല്ലാവരെയും മറന്നു. ദേ, മോളുടെ അച്ഛന്റെ ഫോട്ടോ കണ്ടില്ലേ? അച്ഛൻ മോളെ നോക്കുന്നത് കണ്ടില്ലേ? മോള് കരഞ്ഞ അച്ഛന് സങ്കടാവും. കരയില്ലേ മോളെ, അച്ഛന് വിഷമാവും. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവരെയും കൂട്ടിയാ ദിയ മോളെ കൊണ്ടുവരാൻ പോയത്. അതുകൊണ്ട് വലിയ സംഘർഷം ഒഴിവായെന്ന് പറയാം. അത് നന്നായി. കണ്ടില്ലേ വക്കീലെ, രക്തം രക്തത്തെ തൊട്ടറിയുന്നത്. വിട്. അന്ന് ഈ നാശം പിടിച്ചവളും കൂടി അങ്ങ് ചത്തിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഭാരം ചുമക്കേണ്ടി വരില്ലായിരുന്നു. ഏട്ടന്റെ കുട്ടിയോടുള്ള അവളുടെ ഒരു സിമ്പതി എല്ലാം അവസാനിപ്പിക്കുന്നുണ്ട് ഞാൻ. ആ വക്കീലെ, രാജീവളിയൻ എഴുതി പിടിപ്പിച്ച ആ വിൽപത്രം അസാധുവാക്കാൻ വല്ല മാർഗമുണ്ടോ? അങ്ങനെ ചോദിച്ചാ ആദ്യം അത് എഴുതി തയ്യാറാക്കിയത് രാജീവ് മേനോനോ രാജീവ് മേനോന്റെ സമ്മതത്തോടു കൂടിയോ അല്ലെന്ന് സമർത്ഥിക്കണം. അത് കോടതിക്ക് സത്യമാണെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടണം. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. മോളെ, ഇത് കഴിക്ക്. ആന്റി മോൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതാ. എനിക്കൊന്നും വേണ്ട. എനിക്ക് വന്ദനമ്മയുടെ അടുത്ത് പോണം. എന്നെ അവിടെ കൊണ്ടുവന്ന് ആക്ക്. മോളെ, ദേ, ഇത് ആന്റി മോൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ആന്റി ദേഷ്യം പിടിപ്പിക്കരുത്. കഴിക്ക്. ദേ, അച്ഛൻ നോക്കുന്നത് കണ്ടില്ലേ? ആഹാരം കഴിച്ചില്ലെങ്കിൽ പാവം അച്ഛന് വിഷമാവും. എനിക്ക് വേണ്ട. പാശി കാണിക്കാതെ കഴിക്കും മോളെ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? കഴിക്കടി ഇങ്ങോട്ട്. നിന്നോടൊരു കഴിക്കാൻ പറഞ്ഞ കഴിക്കടി. കഴിക്കാനൊരു പറഞ്ഞ മര്യാദയ്ക്ക് കഴിക്കും. അച്ഛൻ എവിടെയാ? എനിക്ക് ആകാരം ഒന്നും വേണ്ട അച്ഛാ. എനിക്ക് വന്ദനമ്മയുടെ അടുത്ത് പോണം. എന്നെ അവിടെ കൊണ്ട് ചെന്നാക്കാൻ പറ അച്ഛാ.
ആരോ വന്നോന്ന് തോന്നുന്നു. ആരാ? വന്ദനമ്മേ. എല്ലാരും ഉണ്ടല്ലോ. എന്താണ് ആഗമനോദ്ദേശം? കുട്ടിയെ കണ്ടിട്ട് പോകാനാണെങ്കിൽ കാണാം. കാണാൻ മാത്രമല്ല, കൊണ്ടുപോകാനും കൂടി വന്നത്. കൊണ്ടുപോവില്ല, കൊണ്ടിട്ടേ പോകൂ. പണ്ട് എന്റെ കയ്യിൽ നിന്ന് കൊണ്ടത് പോരെങ്കിൽ വാടാ, കൊണ്ടിട്ട് പോവാം. രാഖി ഒരു തർക്കത്തിനോ വാദത്തിനോ വന്നതല്ല. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. കൊച്ചു കുഞ്ഞ, അവളുടെ സന്തോഷം വേണം നമ്മൾ നോക്കാൻ. അതെ, എന്റെ കുഞ്ഞിന്റെ സന്തോഷവും സുരക്ഷിതത്വവും നോക്കിയാ ഞാൻ ദിയമോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ദേ, മോള് വന്ദനയോട് പറ്റിച്ചേർന്ന് നിൽക്കുന്ന കണ്ടില്ലേ? ആ സന്തോഷം എന്തിനാ നമ്മളായിട്ട് ഇല്ലാതാക്കുന്നേ?